അപ്പൊ നമുക്ക് ഇന്നത്തെ ചോറ്റുപാത്രം വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഇന്ന് നമ്മുടെ ചോറൊക്കെ ഞാൻ ദേ എടുത്ത് വെക്കുവാണ്. ഇന്നിപ്പോ രാവിലെ നമുക്ക് പാലപ്പവും കടലക്കറിയായിരുന്നു. അപ്പൊ ആശാൻ ഇന്നാകുന്ന പോകുന്നൊക്കെ പറഞ്ഞു നോക്കി പാലപ്പം മതിയെന്ന്. പക്ഷെ ഞാൻ അതിലൊന്നും വീണില്ല. അപ്പൊ ചോറൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ഇന്ന് രാവിലെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാമ്പാർ എന്താ ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് എടുത്ത് വെച്ചു. കഷ്ണം ഞാൻ കൂടുതലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും ഒരു മൂലയിൽ ആ കഷ്ണവും കിടക്കും. ചാറിങ്ങനെ പിഴിഞ്ഞൂറ്റി അവനത് കഴിക്കുകയും ചെയ്യും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇന്നലെ വൈകിട്ട് കുഞ്ഞ് അയലയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അയല മീൻ അത് ഫുള്ള് വറക്കാനായിട്ട് അങ്ങ് വെക്കുമായിരുന്നു. അതിന് പറ്റത്തുള്ളായിരുന്നു. പിന്നെ കുറച്ച് ഞാനെടുത്ത് പറ്റിക്കാനായിട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ദാ അതെടുത്ത് വറുത്തതും കൂടെ ഒരു സൈഡിൽ വെച്ചു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ കടലക്കറിയായിരുന്നെന്ന്. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മളുടെ ഒരു സമാധാനത്തിന് അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒരു സൈഡിൽ കുറച്ച് കടലയും കുറച്ച് ചാറും കൂടി എടുത്ത് അങ്ങ് വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ചാർ ഐറ്റംസ് എല്ലാം തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അച്ചാർ ഒന്നും കൂടി ഇടണം. മാങ്ങ ഇവിടെ അച്ചാറിടാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ അച്ചാറിടാൻ കിട്ടാറേ ഇല്ല. പിന്നെ നമുക്ക് ഇന്നത്തെ ചോറ്റുപാത്രം ഇതിലങ്ങ് ഒതുക്കാം.